ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പം ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ പറയുക, അപ്പം നിങ്ങൾ ഇങ്ങനെ വാവാന്നും പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് മേലെ പോയി നോക്കുമ്പോൾ ഇവിടെ ഒരു നല്ലൊരു കിളി, ഒരു അടക്കാപ്പക്ഷി എന്നൊക്കെ നമ്മൾ പറയും, നമ്മുടെ നാട്ടിൽ അടക്കാപ്പക്ഷി എന്ന് പറയും. അപ്പോൾ ഈ കിളി വന്നിട്ട് റൂമിൽ നിന്നിട്ടുണ്ട്. എല്ലാ ദിവസവും അവിടെ ജനൽ മുട്ടു എന്നാണ് പറയുന്നത്, ജനലിൻ്റെ അവിടെ വന്നിട്ട് നിൽക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അത് ഉള്ളിലേക്ക് കയറിയിട്ട് പിന്നെ അതിന് പുറത്ത് പോകേണ്ട എങ്ങനെയാണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ജനലൊക്കെ തുറന്നു കൊടുത്തു, പക്ഷെ എന്നിട്ടും അത് പോയിട്ടില്ല. കുറേ സമയത്തേക്ക് പോയിട്ടില്ല. കുറേ സമയം സൗണ്ടൊക്കെ ആക്കിയിട്ട് കരഞ്ഞോണ്ട് അവിടെ പാറി കളിക്കുന്നുണ്ടേനും. അതിനെങ്ങനെയാണ് പോണത് തിരിഞ്ഞില്ല. പിന്നെ നമ്മളെയും കണ്ടപ്പോൾ പിന്നെ ഒന്നും തിരിയാണ്ടായി. അതിന് അങ്ങനെ കുറേ സമയം ഇങ്ങനെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സമയം നോക്കിയിരുന്നു. അപ്പം ഞങ്ങളെ മോനൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, രാവിലെ ഒരു ചായക്കൊരു ചെറിയൊരു സ്നാക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് രണ്ട് ഉള്ളിയും 2 പച്ചമുളക് എടുത്ത്, പിന്നെ ഈ ഒരു സംഭവത്തിൽ നല്ലോണം ചതുക്കാണ് ചെയ്യുന്നത്, നല്ലോണം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് നല്ലോണം എന്താ പറയുക, മുറിച്ചെടുക്കുന്ന പോലെ നല്ലോണം ആക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് നല്ല റേറ്റ് കുറവുള്ള സാധനമാണ്, നല്ല ഉപകാരമുള്ള സാധനമാണ്. നമുക്ക് ഉള്ളി എന്താ പറയുക, ഉള്ളിയും മറ്റ് സംഭവങ്ങളൊക്കെ നമ്മൾ വറവിനൊക്കെ മുറിക്കുന്ന പോലെ മുറിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വാങ്ങിയാൽ മതി. നല്ല ഈസി ആയിട്ട് ആക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ റേറ്റും കുറവാണ്. അപ്പോൾ മീഷോ എന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ വേറെയും ക്വാളിറ്റിയുള്ള വേറെയും സംഭവങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചായയൊക്കെ വെച്ചു. പിന്നെ ഉള്ളിയൊക്കെ നമ്മൾ ബൗളിലിട്ടിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മുട്ട ഒഴിക്കുകയാണ് ചെയ്യുന്നത്. മുട്ട ഒഴിച്ചിട്ട് നമ്മൾ 2-3 മുട്ടകൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. കുരുമുളക് പൊടിയാണ് നല്ലത്, പക്ഷേ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗരം മസാലപ്പൊടി ഇടാണ് ചെയ്തത്. അങ്ങനെ നല്ല അടിപൊളി ചായയൊക്കെ ആയി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ മുട്ട പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട 2-3 പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യലെന്ന് പറഞ്ഞാൽ നല്ലോണം അടിപൊളിയായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടിയിൽ നല്ലോണം മുക്കിയിട്ട് നമ്മൾ പൊരിക്കാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പൊരിക്കല്ല, റൊട്ടി വാട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഈ ഒരു സാധനമാണ് നമ്മൾ മുട്ടയിൽ റൊട്ടി വാട്ടുന്നില്ല, അത് തന്നെയാണ് സംഭവം. പക്ഷെ നമ്മൾ മധുരത്തിന് പകരം മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല എരിവായിട്ടുള്ളതാക്കിയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവൽ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടിപൊളി ചായയും ചായക്കടിയൊക്കെ തിന്നിട്ട് ഇന്നത്തെ രാവിലത്തെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഡേ ആയിരുന്നു. പിന്നെ ഇന്ന് വേറെ എവിടെയും പോകാനും ആക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉച്ചവരെയുള്ള ഒരു വീഡിയോ എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ റിയാസ്ക്ക് ഇതാണിച്ചിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. എന്തൊക്കെയോ എന്നെ കലമ്പുന്നുണ്ട്, പിന്നെ എന്തൊക്കെയോ കലമ്പുന്നുണ്ട്. അത് തന്നെയാണ് പണി. ഞാനിങ്ങനെ എന്തെങ്കിലും പറയും, അപ്പോൾ എന്നെ കലമ്പും, അതാണ് പരിപാടി. പിന്നെ പത്രം വായിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മുഖം ഒന്ന് കാണിക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട വേപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡാകാൻ കുറച്ച് നേരം പോകും. അപ്പോൾ ഫുഡാകാൻ കുറച്ച് നേരം പോകും. ഇവിടെ ഫുഡാകാൻ കുറച്ച് നേരം പോയിക്കാണ്. അതുകൊണ്ട് മുട്ടയൊക്കെ വേപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ അടിച്ചു വരാൻ പോയി. അടിച്ചു വരലെന്ന് പറഞ്ഞാൽ ഇവരെ ഇറയത്തിരുന്നിട്ട് ഫുഡൊക്കെ സാധാരണ മേശമ്മൽ ഇരുന്നിട്ട് കഴിക്കാറുണ്ട്, പക്ഷേ ഇവിടെ ഇറയത്തിരുന്നിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇറയത്തൊക്കെ ഫുള്ള് കാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കാട്ടുണ്ടായിരുന്നു. പിന്നെ അടിച്ചു വരലൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി വെക്കുന്നതാണ്. അപ്പോൾ വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്തോ വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ പരിപ്പ് കറിയും നല്ല എന്താ പറയുക, കർമൂസ് വാട്ടിയിട്ടുള്ള നല്ല ഇടിച്ചിട്ടുള്ള ഒരു സംഭവം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിന്നത്. അപ്പോൾ കറണ്ട് അടുപ്പുമെന്നാണ് വെച്ചത്. നമ്മൾ എന്താ പറയുക, ഇടയ്ക്ക് കറണ്ട് അടുപ്പുമ്മൽ വെക്കും, ഇടയ്ക്ക് ഗ്യാസ് മേൽ വെക്കും, അങ്ങനെ തോന്നുന്ന പോലെ വെക്കാറാണ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അലക്കാനുണ്ടായിരുന്നു, കുറേ അലക്കാനുണ്ടായിരുന്നു, 2 ദിവസത്തെ അലക്കാറുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുറത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട്, ഇങ്ങനെ വർക്ക് ഏരിയയിലെ മുറ്റത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. അത് നല്ല രസമാണ്, നല്ലൊരു ഫീലല്ലേ പുറത്തെ കാറ്റും കൊണ്ടിട്ട് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, കുട്ടികളെ നോക്കുമ്പോണ്ട് രണ്ടാളും ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഉള്ളുന്ന് കളിക്കുന്നു. അങ്ങനെ കുറേ ഞാൻ പറഞ്ഞു, പക്ഷേ ഉള്ളുന്നിടുന്ന ചെരുപ്പാണേ കുഴപ്പമില്ല, അതുകൊണ്ട് നമ്മൾ എന്താ പറയുക, നമ്മളവർ കുഴപ്പമില്ല അങ്ങനെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ മേലെ പോവാണ്. ഞാൻ വെയിലായിരുന്നു, ഭയങ്കര വെയിലുണ്ടായിരുന്നു, അതുകൊണ്ട് മുറ്റത്തുനിന്ന് അലക്കണ്ടെന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീനിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഷിംഗ് മെഷീനിലും ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തുനിന്നൊക്കെയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വാഷിംഗ് മെഷീനിൽ അലക്കാം. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ മഴ കുറയുമ്പോഴേക്ക് ഭയങ്കര വെയിലായിരുന്നു. അത് പിന്നെ ഞാൻ അലക്കി വെച്ചത് ഉണങ്ങിയത് എന്താ പറയുക എടുക്കുകയാണ്. അത് നമ്മൾ എടുത്തിട്ട് അവിടെ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇളക്കിയിട്ടത് ആറിയിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫുള്ള് എടുക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞ് പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസൊക്കെ ഉണ്ട്, അപ്പോൾ വ്ളോഗൊക്കെ കാണാത്തവർ കാണുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ അലക്കാനുള്ളതൊക്കെ അലക്കാൻ വേണ്ടി നിന്നപ്പോൾ പുക ഉണ്ടായിരുന്നു മേലിൽ വരുന്നത്. അപ്പോൾ അടുപ്പിൻ്റെ പുക ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുക, ഞാൻ ഇവിടെ നിന്ന് പുകയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ട് അലക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആറിയിട്ടു. പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു റിയാസ് ഖാൻ്റെ ജീൻസും കാര്യങ്ങളും, അതും രണ്ടാമത് ഇട്ടിട്ട് അതും അലക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒലുമ്പണം. പിന്നെ ഞാൻ ബാക്കി കുട്ടികളെയൊക്കെ അലക്കിയിട്ട് ആറിയിട്ടിട്ടുണ്ട്. ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ കുറേ ഇല്ല. പിന്നെ കുട്ടികളെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ദിവസം 10-15 എണ്ണമൊക്കെ ഉണ്ടാവും. അവർ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോൾ ഊരിയിടുമല്ലോ, എന്തെങ്കിലും മണ്ണാവോ വെള്ളമാവോ ചെയ്താൽ ഊരിയിടും, അതുകൊണ്ട് കുറേ ഉണ്ടാവും. പിന്നെ നമ്മളെ ഉച്ചക്കത്തെ മീൻകറി ഉണ്ട്, ഉച്ചക്ക് മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല മീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് നല്ല മീൻ എന്ന് പറഞ്ഞാൽ അയിലയാണല്ലോ. അപ്പോൾ അയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അയില നല്ല അടിപൊളിയായിട്ട് വേഗം വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു മീനും കൂടിയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൃത്തിയാക്കാൻ. അപ്പോൾ നമ്മളങ്ങനെ അയില എന്താ പറയുക, നല്ല മുളകിട്ടിയും തേങ്ങ അരച്ചൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അയില ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. അയിലക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ വൃത്തിയാക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി ചോറും മീൻ പൊരിച്ചും പരിപ്പറിയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, പരിപ്പറിയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ബൈ.